ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ്. ഓസ്ട്രേലിയൻ വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ, യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം എന്താണ് ഈ വർക്ക് ആൻഡ് ഹോളിഡേ വിസ? അതായത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഹോളിഡേ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വിസ ടൈപ്പ് ഓഫ് കാറ്റഗറി വിസയാണ് വർക്ക് ആൻഡ് ഹോളിഡേ വിസ. അപ്പം അത് ഓപ്പൺ ആയിരിക്കുന്നത് ജൂൺ 24 കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ളൂ. ഇഷ്ടം പോലെ സമയമുണ്ട്. ജൂലൈ 15 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. എൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 15. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ സൈറ്റ് ഏതാണ് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറയാം. ജസ്റ്റ് ആദ്യമേ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു ഏജൻസിയുടെയും സഹായം ഇല്ലാണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതുപോലത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുമാത്രമല്ല, ഇതുപോലെ YPS പോലെ നമുക്ക് വേറൊരു ഏജൻസിൻ്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് തന്നെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്കീമുകളേ ഉള്ളൂ. ഒന്നുമില്ല, വേറൊരു ഡൈപ്പും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഒരു ഏജൻസി, ഒരു മിഡിൽ ആൾക്കാരുടെ സഹായം ഇല്ലാണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ അത് വീഡിയോയിലേക്ക് പോയി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ജസ്റ്റ് അത് ഞങ്ങൾ എങ്ങനെ കാണിച്ചും കൂടെ തരാം. പറയാൻ വിട്ടുപോയി, ഇതൊരു 1 ഇയർ വിസയാണ്. നമുക്കത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിസയാണ്. 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. നമുക്കത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അവിടുത്തെ റീജിയണൽ ഏരിയയാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയയുടെ സപ്പോർട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ലീഗൽ സൈഡ് വെച്ചിട്ട് നമുക്കത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിസ കൂടിയാണ് ഇത്, വർക്ക് ആൻഡ് ഹോളിഡേ വിസ. ഓക്കെ, ഇതാണ് അവരുടെ ലിങ്ക്, eme.homeaffairs.government.gov.au. അപ്പം ഇതിൻ്റെ ലിങ്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഇതാണ് അവരുടെ ഹോം പേജ്. ഓക്കെ, അപ്പം വർക്കിംഗ് ഹോളിഡേ മേക്കർ WHM പ്രോഗ്രാം ഇതാണ്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ആയത് the registration are now open for the work and holiday subclass 462 visa. ഓക്കെ, 2025-26 ഇപ്പോൾ ഓപ്പൺ അയക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ജോയിൻ ദ വർക്ക് ആൻഡ് ഹോളിഡേ സബ് ക്ലാസ് 462 വിസ പ്രോഗ്രാം. ഇപ്പം 1000 വിസാസാണ് അതിന് ഉള്ളത്. 1000 എലിജിബിൾ സിറ്റിസൺസിനാണ് ഇത് കിട്ടുക, ഈ വിസ കിട്ടുക. 18 തൊട്ട് 30 വരെ ഉള്ളവർക്കാണ് ഇത് എലിജിബിൾ ആയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. ഈ ലിങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിൽ ഇതാണ് വർക്ക് ആൻഡ് ഹോളിഡേ സബ് ക്ലാസ് വിസ പ്രീ ആപ്ലിക്കേഷൻ, അതിൻ്റെ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ചൈന, ഇന്ത്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്കാണ് ഇപ്പം ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. ക്രിയേറ്റ് ആൻ ഇമി അക്കൗണ്ട് എങ്ങനെയാണ്, അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം. ഇമി അക്കൗണ്ടിൻ്റെ വേറൊരു ലിങ്കാണ്, അത് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ഏജ് ബിറ്റ്വീൻ 18 and 30 ആയിരിക്കണം. നമുക്കൊരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ വാലിഡ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്, നമ്മുടെ ആധാർ ID അതുപോലത്തെ കാര്യങ്ങൾ. ഹാവ് എ വാലിഡ് ഇമെയിൽ അഡ്രസ്, വെരിഫൈഡ് ഇമെയിൽ അഡ്രസ് നമ്മൾ വെരിഫൈ ചെയ്യുക. എഗ്രി ടു ദ രജിസ്ട്രേഷൻ ഫോംസ് ഡിക്ലറേഷൻ ആൻഡ് പേ ദ രജിസ്ട്രേഷൻ ഫീ. അതായത് $25 ഇതിൻ്റെ ഫീ ആകും. ഏകദേശം 1400 സംതിങ് രൂപയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. YPS പോലെ ഫ്രീ അല്ല ഇത്. സോ പക്ഷേ ഇത് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഇതാണ് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമി അക്കൗണ്ടിലേക്ക് കയറി ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ പേജിൽ ഞാനത് കാണിച്ചു തരാം. സെലക്ട് ന്യൂ ആപ്ലിക്കേഷൻ എടുക്കുക. Click the visa pre-application registration drop down and click on the registration work and holiday visa. The registration form will appear. അപ്പം നമുക്ക് ആ രജിസ്ട്രേഷൻ ഫോം അപ്പിയർ ആവും. സെലക്ട് യുവർ എലിജിബിൾ പാസ്പോർട്ട്, ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ സെലക്ട് യുവർ എലിജിബിൾ പാസ്പോർട്ട് കൺട്രി ടു രജിസ്റ്റർ, നമ്മുടെ ഇന്ത്യയുടെ പാസ്പോർട്ട് കൺട്രി രജിസ്റ്റർ ചെയ്യുക. പിന്നെ കംപ്ലീറ്റ് ദ ഫോം ആൻഡ് $25,000 ഏകദേശം 1400 ഇന്ത്യൻ രൂപ നമ്മൾ പേ ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഇതാണ് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും. ഏകദേശം 2 monthsോളമാണ് അതിൻ്റെ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളും ഒക്കെ. ടോട്ടൽ നമ്മൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം തന്നെ അറിയാൻ പറ്റും. അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ള വിസ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പിന്നീടാണ് അതിന് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്.
അപ്പം നമ്മൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതെല്ലാം കളക്ട് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിനകത്തുനിന്ന് കിട്ടും. ദെൻ അപ്ലൈ ഫോർ ദ വിസയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ അപ്ലൈ നമ്മൾ വിസ ഔട്ട്കമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ വിസ ഗ്രാൻഡ് നമ്പറും എന്താ ദ ഡേറ്റ് യുവർ വിസ സ്റ്റാർട്ട്സ് എന്നാണ് നമുക്ക് അതെല്ലാം കിട്ടുക. അതനുസരിച്ച് നമുക്ക് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു 1 ഇയർ വിസയാണ്. അത് മാത്രമല്ല ഇത് നമുക്ക് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 1 ഇയർ വർക്ക് വിസയാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് റീജിയണൽ ഏരിയ വെച്ചിട്ട് നമുക്കത് 3 വർഷം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് ഇമി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ലിങ്ക്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇതാണ് അതിൻ്റെ പേജ്. ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ കയറി വരിക. അപ്പം ആദ്യം തന്നെ നമുക്ക് ഓൾറെഡി ഇമി അക്കൗണ്ട് ഉള്ളവർക്ക് യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മാത്രം മതി. ഇനി ഇൻ കേസ് നമുക്ക് ഇമി അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അതൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ഇമെയിൽ അക്കൗണ്ടിലുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ അവിടെ നമ്മൾ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക. അതിലേക്ക് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അതിനെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ന്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ ഓൾ ഏറ്റവും അവസാനം നമുക്ക് ഒരു 25 AUD അതായത് 25 ഓസ്ട്രേലിയൻ ഡോളർ പേ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് പേ ചെയ്തിട്ട് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ. നമ്മുടെ അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഏജൻസിൻ്റെ സഹായം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആരും ഉപേക്ഷിച്ച് വിചാരിക്കരുത്, ചെയ്യുക. ഇതിങ്ങനെ കിട്ടിയ ഇങ്ങനെ കിട്ടിപ്പോയ ഒരുപാട് പേരുണ്ട്. സോ കിട്ടത്തില്ല എന്ന് വിചാരിക്കരുത്, കിട്ടുകയും തന്നെ ചെയ്യും. അപ്പം എല്ലാവരും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓസ്ട്രേലിയക്ക് അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ജോലി നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.